നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദ്രോഗവും നെഞ്ചുവേദനയും. സാധാരണയായി നെഞ്ചുവേദന കണ്ടുവരുന്ന സ്ഥലങ്ങൾ നടുനെഞ്ച്, ഇടനെഞ്ച്, കഴുത്ത്, ഇടത് കൈയുടെ വലതുവശം എന്നീ ഭാഗങ്ങളിലാണ്. എന്നാൽ അസാധാരണമായി ഹാർട്ട് ബ്ലോക്കിന്റെ വേദന പുറത്തും നെഞ്ചിന്റെ വലത് ഭാഗത്തും വലത് കൈയിലും റൈറ്റ് ഷോൾഡറിലും ഈ വേദന കണ്ടുവരാറുണ്ട്. വളരെ റെയറായി വയറിന്റെ മുകൾ ഭാഗത്ത് അസിഡിറ്റി പോലുള്ള വേദനയായും ഹാർട്ട് ബ്ലോക്കിന്റെ വേദന കാണാറുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഹൃദ്രോഗികളിലും വയസ്സായവരിലും വേദനയൊന്നും കൂടാതെ തന്നെ ഹൃദ്രോഗം കണ്ടുവരാറുണ്ട്. അതിനാൽ തന്നെ ഗ്യാസ് എന്ന് കരുതിയിരിക്കാതെ എല്ലാ നെഞ്ചുവേദനയും പരിശോധിക്കേണ്ടതാണ്. നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 രോഗങ്ങളാണ് പറയപ്പെടാറ്. 1 അഞ്ജൈന, 2 ഹാർട്ട് അറ്റാക്ക്. എന്താണ് അഞ്ജൈന? ഹൃദയപേശികളിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോഴാണ് അഞ്ജൈന സംഭവിക്കുന്നത്. ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾ ചുരുങ്ങുമ്പോഴോ ഹൃദയത്തിന്റെ രക്തക്കുഴലിലെ ചെറിയ ബ്ലോക്കുകൾ കൊണ്ടോ അഞ്ജൈന സംഭവിക്കാം. പ്രധാനമായും ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുതൽ ആവശ്യമുള്ള സമയത്ത്, അതായത് കഠിനാധ്വാനം, കയറ്റം കയറുക, എക്സർസൈസ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഹൃദയത്തിന്റെ തുടിപ്പ് ആവശ്യമായി വരികയും എന്നാൽ ആ സമയത്ത് വേണ്ടത്ര രക്തം ഹൃദയപേശികളിലേക്ക് എത്താത്ത അവസ്ഥ വരുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടാം. ഇതിനെ നമ്മൾ അഞ്ജൈന എന്ന് വിളിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുമ്പോൾ മാത്രം ആണ് ഇതിൻ്റെ വേദന അനുഭവപ്പെടുന്നത്. ആ സമയത്ത് മാത്രം ECGയിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. അല്ലാത്ത സമയത്ത്, അതായത് വിശ്രമിക്കുമ്പോൾ ECGയിൽ മാറ്റം അഞ്ജൈനയിൽ കാണുകയില്ല. എന്താണ് ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാക്ഷൻ? ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം മുഴുവനായി ബ്ലോക്ക് ആവുകയും അതുവഴി ഹൃദയപേശികൾ നശിക്കുകയും ചെയ്യുക വഴി നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. ഇതിനെ ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെയും ആദ്യ ECGകളിൽ മാറ്റങ്ങൾ കാണണം എന്നില്ല. വേരിയേഷൻ കാണാൻ ചിലപ്പോൾ 2 ദിവസം എടുക്കാം. മറ്റൊരു പരിശോധന ട്രോപ്പൈ അഥവാ ട്രോപ്ടി എന്ന രക്തപരിശോധനയാണ്. ഇവിടെയും വേദന വന്നു കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞാലേ ചേഞ്ച് കാണുകയുള്ളൂ. അതിനാൽ തന്നെ ഡോക്ടർ നിങ്ങളോട് എപ്പോഴാണ് വേദന തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരം നൽകുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നെഞ്ചുവേദന വന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ECGയിൽ മാറ്റങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതിനാൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയുമായി എത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യാനും വേണ്ടി വന്നാൽ ചില സമയത്ത് മണിക്കൂറുകൾക്ക് ശേഷം ഒരു ECG കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നും നിർദ്ദേശിക്കാൻ സാധ്യത ഉണ്ട്.